നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിങ്ങളും രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധാത്മാവിന്റെ നിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. Yeah.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലിനെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയെ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരും പ്രിയ സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധകളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവീൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരുമുള്ള ജീവിതത്തിൻ്റെ കൃപാവഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം യേശുവിനെ നൽകുവാൻ തൊക്കണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തു യേശു പൗലോസിപ്പാൻ ലോകത്തുനിന്ന് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നിത്യമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമ്മുടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയും തങ്ങളെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മകനാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങൾ സകല പാപങ്ങളെ ക്ഷമിച്ച് അതിൽ നിന്ന് വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് വെളിപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ കുരിശ് മശിഹാ യുഗത്തിൻ്റെ നവദർശനം ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നിവൃത്തനായ യേശു ക്രിസ്തു കടുത്ത യാതന അനുഭവിച്ചു. ഞങ്ങളുടെ പാവങ്ങളുടെയും അതിക്രമങ്ങളുടെയും പരിഹാരത്തിനായി ക്രൂശയാഗമായി
ഞങ്ങളെ വിടിപ്പാൻ ഞങ്ങൾ വെറുക്കപ്പെട്ടവനും കുറ്റചുമത്തുന്നതുമായ ഞങ്ങൾക്ക് ജീവനാൻ നന്മ വായിച്ചു. അവന്റെ കുരിശ് ഞങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. കുരിശെത്തുന്ന വെല്ലുവിളിയെ സ്വീകരിച്ച് നീതിക്ക് വേണ്ടി കഷ്ടപ്പെടുവാനും മഷികാട് വരവിന് വേണ്ടി ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോടപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ളതാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 22 വരെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഞാൻ മറ്റാളിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾക്കാനും ഈ മഹത്തായ നീ കാണാനും എനിക്ക് ഇടപെടരുത് എന്നിങ്ങനെ യഹോവയിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ അവൻ പറഞ്ഞത് ശരി, ഇന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവരുടെ നാമത്തെ ആക്കും. ഞാൻ അവനോട് വിട്ടു നോക്കുകയും അവൻ അവരോട് പറയും, അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരു തരത്തിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്തതിന് എന്റെ നാമത്തിന് അഹങ്കാരത്തോ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അഗ്നി ചെയ്യാത്ത വചനം എന്നും ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അതിന് യഹോവ അഗ്നി ചെയ്തതല്ല. പ്രവാചകൻ അത് സ്വയം ദുരിതമായി സംസാരിച്ചതല്ല. അവനെ പേടിക്കരുത്. ഇവിടെ നന്മ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 73-ാം സങ്കീർത്തനം, Psalm 73. ദൈവം ഇസ്രായേലിന് ധർമ്മമുള്ളവർക്ക് തന്നെ നല്ലവരാകുന്ന നിശ്ചയം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർ മധ്യരെ പോലെ കഷ്ടത്തിലാവുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഒന്നു നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ കളി കൊടുക്കുന്നു. അവർ വാഴ ആകാശത്തോടെ ഉയർത്തുന്നു, അവരുടെ നാളം ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയുടെ കഴിയത്തെ കൊണ്ടുവരട്ടെ. ഞാൻ ഇങ്ങനെ സംസാരിക്കുവാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എന്റെ മക്കളുടെ ധർമ്മങ്ങളോട് പ്രവർത്തി ചെയ്യുമായിരുന്നു. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശ്രമത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു.
ഞാൻ വന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ പറ്റി പ്രസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സമ്മതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Luke chapter 18 verses 35 to 43. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടനിരുന്നു കൊണ്ട് വഴിയെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നു കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസറനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വരിച്ചും കൊണ്ടും അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. കീർത്തനം 84, ഹിൻ നമ്പർ 84.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിനും സത്യത്തിലും അങ്ങേ ആരാധിപ്പാനും ഞങ്ങൾ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതിനെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമേ. വചനം ശുശ്രൂഷിക്കുന്ന അടിയനെയും വചനം സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമീൻ. ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം മാറി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം എന്ന് ചിന്തിച്ച് നാം കടന്നു പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നാം എപ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്സിനൊക്കെ കണ്ടുപിടിച്ചുവെങ്കിലും വീണ്ടും നാം ഓരോരുത്തരും പലവിധമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ദൈവം നൽകുന്ന ആയുസ്സിൻ കാലം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമേറിയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകൾ ജീവിപ്പാൻ വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം ക്രോസ് എ ന്യൂ വിഷൻ ഓഫ് മെസ്സിയാനിക് ഏജ്, കുരിശ് മശിഹാ യുഗത്തിൻ്റെ നവദർശനം. കുരിശ് മശിഹാ യുഗത്തിൻ്റെ നവദർശനമായി തീരുവാൻ നാം എങ്ങനെ ആയിരിക്കണമെന്നുള്ള ചിന്ത വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഭാരതത്തിലെ
മേഘാലയയിലുള്ള ഗാരോ ഗോത്രനിവാസിയായ നോക്സെങ് എന്ന ഭക്തനായ മനുഷ്യനെ കുറിച്ച് ഇപ്രകാരം ഒരു ചിന്തയുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്ഷാമാർഗം സ്വീകരിച്ച വ്യക്തിയാണ് നോക്സെങ്. എന്നാൽ അവരുടെ ഗോത്ര തലവൻ നോക്സെങ്ങിനെ വിളിച്ചിട്ട്, നീ യേശുക്രിസ്തുവിന്റെ രക്ഷാമാർഗം ത്യജിച്ച് വിശ്വാസത്യാഗം ചെയ്യുവാൻ കൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം അത് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ ഗോത്രതലവൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ നിന്റെ 2 മക്കളെയും ഞങ്ങൾ കൊല്ലും, കൂടാതെ നിന്റെ ഭാര്യയും കൊല്ലും എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. എതിരാളികൾ നോക്സെങ്ങിന്റെ 2 മക്കളെയും കൊന്നു. ഭാര്യയെ കൊല്ലുവാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ യേശു കർത്താവിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു ഭീഷണിക്കും വഴങ്ങാതെ ആരും കൂടെയില്ലെങ്കിലും ഞാൻ യേശു കർത്താവിനെ പിന്തുടരുമെന്ന് അദ്ദേഹം ആർത്തുപാടുകയാണ് ചെയ്തത്. താമസിക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഗോത്ര തലവന്മാർ കൊന്നു. അദ്ദേഹം പാടിയ പാട്ടിന്റെ ഈരടി പ്രകാരമാണ്, ലോകം എൻ്റെ പിന്നാലെ, കുരിശ് എൻ്റെ മുൻപാകെ. The world behind me, the cross before me. ലോകം എൻ്റെ പിന്നാലെ, കുരിശ് എൻ്റെ മുൻപാകെ. കുരിശ് നമ്മുടെ മുൻപാകെ ആവുമ്പോൾ നാം ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. കുരിശിന്റെ ശക്തിയാണ് നമ്മെ നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അചിന്തജലമായ വിശ്വാസം കണ്ട ഗോത്ര തലവനും ഗ്രാമത്തിലെ മറ്റനേകരും തുടർന്ന് യേശുക്രിസ്തുവിനെ രക്ഷാമാർഗമായി സ്വീകരിച്ചു. ചരിത്രം പഠിക്കുമ്പോൾ ഇന്ന് ഗാരോ കുന്നുകളിൽ ഉടനീളം ക്രിസ്തുവിന്റെ കുരിശ് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ മറ്റു വിശ്വാസങ്ങളിലായിരുന്നതായ ഈ ഗോത്രവർഗം ക്രിസ്തുവിലായ ആന്തരിക ശക്തി രുചിച്ചറിഞ്ഞുകൊണ്ട് പുറമെയുള്ള പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ അവർ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ലോകം എന്റെ പിന്നാലെയാണെങ്കിൽ കുരിശിന്റെ മുമ്പാകെ എന്ന് ചിന്തിക്കുമ്പോൾ the world behind me, the cross before me, നമ്മുടെ ജീവിതം ഇപ്രകാരമായിരിക്കണം. അതുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ കുരിശ് മശിയാ യുഗത്തിന്റെ നവദർശനം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒരു കാലത്ത് ഏറ്റവും നിന്ദ്യവും പരിഹാസ്യവുമായിരുന്ന ക്രൂശ് ക്രിസ്തുവിലൂടെ അത് അമൂല്യവും വിശുദ്ധമായി തീരുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കർത്താവായ യേശു ക്രിസ്തു ഉപയോഗിച്ചതിലൂടെ മഹത്വം വന്ന ഒന്നാണ് കുരിശ്. ഒരു കാലത്ത് ശാപമായിരുന്നു, ഹീനമായിരുന്നു. നമ്മുടെ അരുമനാഥനായ കർത്താവ് ഉപയോഗിച്ചതിലൂടെ തന്നെ മഹത്വം വന്നു. മറ്റൊന്ന് കാലിത്തൊഴുത്താണ്. അത് കർത്താവ് പിറന്നതിലൂടെ അതിന് മഹത്വം കൈവന്നു. മറ്റൊന്ന് കഴുതയാണ്. കഴുതയ്ക്ക് വളരെ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. കർത്താവ് ഉപയോഗിച്ചതിലൂടെയാണ് മഹത്വം വന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം, സെൻട്രൽ പോയിന്റ് ക്രോസാണ്, ക്രൂശാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രൂശിൽ പ്രശംസിപ്പാൻ രക്ഷയുടെ ശക്തി അനുഭവിച്ചവർക്ക് മാത്രമേ സാധ്യമായി തീരുള്ളൂ. ഈ രക്ഷയുടെ ശക്തി അത്യന്തപരമായ ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസിന്റെ പല സ്റ്റേറ്റ്മെന്റും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്നാണ് പറയുന്നത്. നമ്മെ ശക്തനാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ക്രൂശിന്റെ ശക്തിയാണ്. പൗലോസ് ക്രൂശിതനായ യേശുവിനെ ഉയർത്തപ്പെട്ട മശിഹയായി കാണുകയും യേശുവിന്റെ മരണവും പുനരുത്ഥാനവും പുതിയ മശിഹ യുഗത്തിന്റെ ആരംഭമായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇത് മശിഹ യുഗത്തിന്റെ ആരംഭമാണ്.
അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൂശ് പീഡാനുഭവത്തിന്റെ പ്രതീകമാണ്. ക്രോസ് എ സിമ്പിൾ ഓഫ് സഫറിംഗ്. കഷ്ടാനുഭവ ആഴ്ചകളിൽ കൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് വായിച്ചതായ ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെ യെരിഹോവിൽ വഴിയിൽ ഇരുന്ന് കുരുടനായ വ്യക്തിയെക്കുറിച്ചാണ്. മർക്കോസിന്റെ സുവിശേഷം കുറച്ചുകൂടി വ്യക്തമായിട്ട് 10-ാം അധ്യായം പറയുന്നുണ്ട് തിമായിയുടെ മകനായ ബർത്തിമേയാണെന്ന്. തിമായിയുടെ മകൻ ബർത്തിമയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പിശ യാചിക്കുന്നവൻ. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പിശാചിനെ ഒരു തൊഴിലായി മാറുകയും പിശാചിന്റെ മാഫിയകൾ അതിന് പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ആ സംഗീത ജംഗ്ഷൻ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോൾ ഒത്തിരി യാചകരുണ്ട്. ഞാൻ എപ്പോഴും കുറച്ച് കോയിനൊക്കെ വണ്ടിയിൽ ഇട്ടിരിക്കും കാറിൽ, അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഒരു ദിവസം ഞാനിങ്ങനെ പാല് മേടിക്കാൻ പോയപ്പോഴാണ് ഒരു യാചകൻ നല്ല വണ്ടിയിൽ വന്ന് ഇറങ്ങി മേക്കപ്പ് ഒക്കെ ഇടുന്നത്. പ്ലാസ്റ്ററൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ തേച്ച് മഷയൊക്കെ തേച്ച് ഒറിജിനൽ ലുക്കിലായത്. അന്ന് മുതൽ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഈ കുരുടനെ സംബന്ധിച്ച് വ്യത്യസ്തമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അവന്റെ ശാരീരികമായ ഘടനയായിരിക്കാം, അവന്റെ കുടുംബ പശ്ചാത്തലമായിരിക്കാം ഈ പിശാചത്തിലേക്ക് അവനെ നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടതായ നീതിയും പരിഗണനയും ഭവനത്തിൽ നിന്നോ മറ്റുള്ളവർക്കും ലഭ്യമാകാതെ ഇരിക്കുന്ന സാഹചര്യമായിരിക്കാം. ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് ഈ കുരുടൻ ആഗ്രഹിക്കുകയാണ്. അവൻ കരുണയ്ക്കായി നിലവിളിക്കുവാൻ ശ്രമിച്ചു. ആ നിലവിളി കർത്താവ് കേൾക്കുകയാണ്. യേശു ആ നിലവിളി കേട്ടു. അവനോട് കരുണ തോന്നി അവന്റെ കഷ്ടതയ്ക്ക് പരിഹാരം വരുത്തുകയും ചെയ്തു. മനുഷ്യന്റെ പ്രശ്നങ്ങളെ നന്നായി മനസ്സിലാക്കുന്നതായി ക്രിസ്തു, യേശു അവനെ മനസ്സിലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിലും പലരും പലരെയും മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ നാളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കന്മാർ മക്കളെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഈ കുരുടനെ മനസ്സിലാക്കുകയാണ്. അവന്റെ നിലവിളി ശ്രദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിന്റെ ശരീരത്തിന്റെ വേദന, നിന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് അവന്റെ നിലവിളി കേട്ടുകൊണ്ട് അവന്റെ കഷ്ടതയ്ക്ക് പരിഹാരം വരുത്തുന്നത്. അവന്റെ കഷ്ടതയുടെ അടയാളമാണ് ക്രൂശ്. പുതിയ മനുഷ്യത്വം ജന്മം കൊണ്ട സ്ഥാനമാണ് കാൽവരി ക്രൂശ്. ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് നാം ക്രൂശിൽ ദർശിക്കുന്നത്. ഒരു ചിന്തകൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, അലയുന്ന മനുഷ്യന്റെ തണലും കിടക്കുന്ന മനുഷ്യന്റെ കുതിപ്പും ഭാരം വഹിക്കുന്നവന്റെ ചുമടുതാങ്ങിയുമാണ് കുരിശ്. എവിടെ നോക്കിയാലും അലയുന്ന മനുഷ്യനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കിടക്കുന്ന മനുഷ്യന്റെ കുതിപ്പാണ്, ഭാരം വഹിക്കുന്നവന്റെ ചുമടുതാങ്ങിയാണ്. പഴയ കാലഘട്ടങ്ങളിലൊക്കെയും ദീർഘദൂരം ഭാരമായി ഒരു സഞ്ചാരി കടന്നു പോകുമ്പോൾ അല്പസമയം വിശ്രമിക്കുവാൻ വേണ്ടി ഒരു ചുമടുതാങ്ങി കാണും. നമ്മുടെ ജീവിത പ്രയാണത്തിലും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് സമർപ്പിക്കുന്നത്. ആ ക്രൂശിന്റെ ശക്തിയിലാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിന്റെ ശാപം അല്ലെങ്കിൽ പാവം എന്ന് പറയുന്നത് നിസ്സംഗതയാണ്. നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ പാവം. അനേകരും കണ്ടില്ലെന്നടിച്ചു പോകുകയാണ്. മദർ തെരേസ ഒരിക്കൽ പറയുകയാണ്, അനേകരും മുഖം തിരിച്ച് കടന്നു പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചാട്ട്, നാം മറ്റുള്ളവരിൽ നിന്ന് സഹായഹസ്തം ആഗ്രഹിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെയൊക്കെ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുഖം തിരിക്കാത്ത, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ ഈ കുരുടന്റെ നിലവിളി കേട്ടു അവന്റെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം നൽകി. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ ക്രൂശ് വിധേയത്വത്തിന്റെ അനുഭവമാണ്. ക്രോസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഒബീഡിയൻസ്. ബദ്ധിമായിക്ക് നേരിടേണ്ടി വരുന്നതായ
പ്രയാസമേറിയ ഒരു സംഭവം ജനത്തിനുണ്ടായ ശാസനയാണ്. അവൻ നിലവിളിച്ചപ്പോൾ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ നിലവിളിച്ചപ്പോൾ ജനം പറഞ്ഞു, മിണ്ടാതിരിക്കെ. ഇത് പലപ്പോഴും മുഖ്യധാരയിൽ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സഹായഹസ്തം നീട്ടിയ തന്നോട് മിണ്ടാതിരിക്കാൻ ശാസിച്ച ജനത്തിനുണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ബർത്തിമായിയെ ശാസിച്ചവരാണ് അത് അനുസരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാം ധൈര്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഒന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രോഗതുല്യമായ അവസ്ഥയിൽ നിന്നും ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കണം, ഒന്ന് ധൈര്യപ്പെടേണ്ടതായി ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. മർക്കോസ് സുവിശേഷം വളരെ വ്യക്തമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനത്തിന്റെ അനുസരണം, വിധേയത്വം ബർത്തിമായിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. ഇന്ന് മറ്റുള്ളവരെ അനുസരിക്കുവാനോ വിധേയപ്പെടുവാനോ ആരും തയ്യാറാകുന്നില്ല. ഇവിടെ മിണ്ടാതിരിക്കുവാൻ കൽപ്പിച്ചവർ തന്നെയാണ് യേശുവിന്റെ വാക്കുകളെ അനുസരിക്കുന്നത്. അനുസരണത്തിന്റെ ഉദാത്ത ചിത്രമാണ് യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നാം കാണുന്നത്. നമുക്കറിയാം, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ഉത്തമമെന്ന് പഴയ നിയമ വേദഭാഗത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി എന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം എപ്പോഴും ദൈവവചനത്തിന് കാതോർക്കണം, ദൈവികമായ കൽപ്പനകളെ അനുസരിക്കണം. ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്ന ദൗത്യത്തിനായ വിളി അനുസരിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ കടമപ്പെട്ടവരാണ്. മിഷൻ ഈസ് എ ലൈഫ് ഓഫ് ഒബീഡിയൻസ്. ഈ അനുസരണം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. പലരും നമുക്ക് പ്രോമിസ് നൽകാറുണ്ടല്ലേ, പക്ഷെ ആ പ്രോമിസൊക്കെയും അത് അനുസരിക്കണമെന്നില്ല. എന്നാൽ പിന്നീടാണെങ്കിൽ അത് ജീവിതത്തിൽ അനുസരിക്കുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ജീവിതം പല തടസ്സങ്ങളും പ്രതിസന്ധികളുള്ളതുമായ ജീവിതമാണ്. ഉന്നതങ്ങളിലേക്ക് മിഴിവുയർത്തി നടക്കുമ്പോൾ ഭൂമിയിലെ തടസ്സങ്ങൾ നമ്മളെ സ്പർശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുരുടൻ നിലവിളിച്ചത് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറയുന്നത് യേശു കർത്താവിനോടാണ്. നാം ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ഒരുപക്ഷെ അവർ കേൾക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഉന്നതങ്ങളിലേക്ക് മിഴി ഉയർത്തുവാൻ സാധിക്കണം. നമ്മുടെ ജീവിത ആവശ്യങ്ങളുടെ മധ്യേ, നമ്മുടെ സഭയുടെ ആവശ്യങ്ങളുടെ മധ്യേ, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളുടെ മധ്യേ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മധ്യേ ഉന്നതങ്ങളിലേക്ക്, ദൈവത്തിലേക്ക് മിഴി ഉയർത്തുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ തടസ്സങ്ങൾ ഒരു തടസ്സമേ അല്ല, നമുക്ക് മുന്നോട്ട് ജീവിപ്പാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്നുള്ള ദൗത്യത്തിനായിട്ടുള്ള വിളി അനുസരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകുക. അത് നമ്മിലൂടെ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ചിന്ത, ക്രൂശ് സ്വയത്യാഗത്തിനായിട്ടുള്ള വിളിയാണ്. എ കോൾ ഫോർ സെൽഫ് സാക്രിഫൈസ്. യേശുവിന്റെ ക്രൂശ് മരണത്തോട് അടുത്ത നാളിൽ ഉണ്ടായ സംഭവമായിട്ടാണ് ലൂക്കോസ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഈ കുരുടന്റെ സംഭവം. താൻ മരണത്തിലേക്ക് പോവുകയാണെന്ന ചിന്തകൾ യേശുവിന്റെ മനസ്സിനെ അസ്വസ്ഥമായിരിക്കണം. എന്നാൽ തന്റെ വേദനകൾ നിറഞ്ഞ അനുഭവത്തിലും ബർത്തിമായിയുടെ അവസ്ഥ മനസ്സിലാക്കുവാനും അവന് നന്മ ചെയ്യുവാനും യേശു തയ്യാറാകുകയാണ്. തന്റെ വേദന നിറഞ്ഞ അവസ്ഥയിലും ബർത്തിമായിയുടെ ഈ കുരുടന്റെ
അവസ്ഥ യേശു മനസ്സിലാക്കിയാണ്. വിവേചനങ്ങൾ കൂടാതെ ജീവിതത്തിലെ എല്ലാ തുറകളിലുള്ളവരും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെയും യേശു ഇവിടെ സ്നേഹിക്കുകയാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി അരുമനാഥൻ കാൽവറി യാഗമായി ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുമായി താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, പലപ്പോഴും നമ്മുടെ നിലവിളി പലരും കേൾക്കുകയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ മക്കളോ നിലവിളി കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാക്കുന്നത് കർത്താവ് മാത്രമാണ്. നമ്മൾ ദൈവത്തോടാണ് പറയുന്നത്, നാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് കുരുടൻ അവൻ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവനായിരുന്നു. സമൂഹത്തിലെ കാഴ്ചകളെ കാണുവാൻ സാധിക്കാത്തവനായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അന്ധകാരമായ ലോകത്തിന് വെളിച്ചം നൽകുവാൻ വേണ്ടിയാണ്. അതായത് കുരുടന് കാഴ്ച നൽകുവാൻ വേണ്ടിയാണ്. ഇവിടെ ഈ കുരുടനെ സംബന്ധിച്ച് ക്രിസ്തു സൗഖ്യം നൽകുന്നതിലൂടെ അവനൊരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മോടൊപ്പമുണ്ട്. യേശുവിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാ. കുരുടൻ പറയണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫെയ്ത്ത്. നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ വിശ്വാസം. പലപ്പോഴും എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. എന്ന ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പോഴ്ച കൊടുത്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം നമ്മുടെ ജീവിതമാണ്. ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഈസ് അവർ ലൈഫ്. ഈ നമ്മുടെ ജീവിതമാണ് നാം ദൈവത്തിന് നൽകേണ്ടത്. അതുകൊണ്ട് ക്രൂശ് പീഡാനുഭവത്തിൻ്റെ പ്രതീകം. ക്രോസ് എ സിംബിൾ ഓഫ് സഫറിങ്. ക്രൂശ് വിധേയത്വത്തിൻ്റെ അനുഭവം. ക്രോസ് എ എക്സ്പീരിയൻസ് ഓഫ് ഒബീഡിയൻസ്. ക്രൂശ് സ്വയത്യാഗത്തിനായുള്ള വിളി. ക്രോസ് എ കോൾ ഫോർ സെൽഫ് സാക്രിഫൈസ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലനിഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനാവത്തനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിൽ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ട് ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വമുള്ളവൻ. അവൻ്റെ സകലം ഉണ്ടായി. അവൻ മനുഷ്യരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ഇറങ്ങി. പരിശുദ്ധാത്മാവിനെ കന്യമായി അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാസ്തനം കൊണ്ട് ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ട് അടുക്കപ്പെട്ടു. തിരുവനന്തപുരം ഉയർത്തനേറ്റു സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെ മരിച്ചതിനായി പന്നത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുറത്തുപ്പെടുന്നവനും പിതാവിന് നിർമ്മിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകൻ പറച്ചിലുമായി വിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിൽ വ്യത്യസ്തം ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആണ്. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ആരാധന സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ഒരു അതിഥിയായി എൽസി ജോൺ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇടുക്കി പീരുമേട് സ്വദേശിയാണ്. ഇവിടെ കോമ്പൾ ജോലിക്ക് വേണ്ടി കടന്നു വന്നു. കഴിഞ്ഞ ദിവസം എൽസി ജോണിൻ്റെ മമ്മി എന്നെ വിളിച്ചു. എൻ്റെ മോള് ഇങ്ങനെ ആരാധനയ്ക്ക് വിടാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് എൽസി ജോണിനെ വളരെ സ്നേഹത്തോട് സന്തോഷത്തോട് നമ്മുടെ സഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. നല്ലൊരു ക്ലാപ്പ് കൊടുത്തട്ടെ. ഓക്കെ, വെൽക്കം.
നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ ഹോസന്ന ഞായറാഴ്ചയാണ്. നമുക്കറിയാം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, നമ്മുടെ സഭകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ഞായറാഴ്ചയാണ് പാം സൺഡേ. 9 AM വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. കഴിഞ്ഞ നാളിലൊക്കെയും കുരുത്തോലെ അനുകോലെ പിടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അവരുടെ ഭവനങ്ങളിൽ തെങ്ങ് ഉണ്ടെങ്കിൽ കുരുത്തോല കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലഭിക്കുന്ന സമയമൊക്കെയും നമ്മൾ ആ സന്തോഷം അനുഭവിച്ചറിയുക. 1/4/2021 മുൻഡേ തേഴ്സ്ഡേയാണ്, പെസഹയാഴ്ച. 7 PM ആരാധന ഉണ്ടായിരിക്കും, ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. 2/4/2020 ഗുഡ് ഫ്രൈഡേ ആണ്. 9 AM നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഞാനിത് അഡ്വാൻസായിട്ട് പറഞ്ഞത്, ആരെങ്കിലും വിശുദ്ധ ആരാധനയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻകൂട്ടി തയ്യാറാവുക. നമ്മൾ ആവശ്യമായ ക്രമീകരണം ചെയ്യാൻ വേണ്ടിയാണ് ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മുൻകൂട്ടി അറിയിക്കുന്നത്. അത് ഒരു ദിവസം നേരത്തെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയും നൽകുവാൻ സാധിക്കും. അതിനുള്ള ശ്രമം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ടിയ സ്നാക്സ് ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് മിസ്റ്റർ ജേക്കബ് സംഘൾ ആൻഡ് ഫാമിലിയാണ്. നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. സഭയ്ക്ക് നൽകേണ്ടതായ വരുമാനങ്ങൾ നമുക്കറിയാം. മാർച്ച് 31 സഭയെ സംബന്ധിച്ച് ഇയർ എൻഡിംഗ് ആണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ദേവാലയത്തിൽ ആരൊക്കെ കടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ഇതുവരെയും കടന്നു വരാൻ സാധിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഒന്ന് ശാരീരിക ക്ഷീണാവസ്ഥയായിരിക്കാം, മറ്റ് പ്രായമുള്ളത് കൊണ്ടായിരിക്കാം. നമ്മളാരും നിർബന്ധിക്കുന്നില്ല. എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഏത് അക്കൗണ്ടാണ് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതായ ക്രമീകരണമുണ്ട്. അതുകൊണ്ട് ഓഫർ ടീ ആയിക്കോട്ടെ, ടൈറ്റ്സ് ആയിക്കോട്ടെ, സ്പെഷ്യൽ താങ്ക്സ് ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അത് സഭയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മുടെ സഭ ആത്മീയമായും ഭൗതികമായും വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഈ നാളിൽ വളരെ കൃത്യതയോട് വ്യക്തതയോടെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാർച്ച് 31 7 PM സ്പെഷ്യൽ പ്രയർസ് സൂം പ്ലാറ്റ്ഫോമിൽ മിസ്റ്റർ ചെറിയാൻ ജോസാന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു, ക്രമീകരിക്കുന്നു. ആ പ്രയർ ഗ്രൂപ്പിൽ ചിക്കടപ്പള്ളി ഏരിയ ഉള്ളവരും സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവരും സംബന്ധിക്കുക. നമ്മുടെ ചർച്ച് കൺസ്ട്രക്ഷൻ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ട്യൂസ്ഡേ നമ്മുടെ ദേവാലയത്തിൻ്റെ ഫ്ലോറ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. പൂർവ്വപിതാക്കന്മാരുടെ ആഗ്രഹമായിരുന്നു, നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു ദേവാലയം. വളരെ പ്രതിസന്ധികളുടെ മധ്യയാണ് നാം അത് കെട്ടിപ്പടുക്കുന്നത്. ഈ നാളുകളിൽ വളരെ ആഗ്രഹത്തോടെ അനേകർ സാമ്പത്തികമായി സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിറപടിയായിട്ട് ഇത് ഉയരുന്നത്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച 6 AM ലാൻഡിൽ വന്ന പ്രാർത്ഥനയ്ക്കായി ഈ നോട്ടീസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരും അതുപോലെ ഈ സഭയിലായിരിക്കുന്നവർ കടന്നു വരുന്നുവെങ്കിൽ വളരെ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കമ്മിറ്റി ചിലർ ലാൻഡിൽ പോയി സന്ദർശിക്കുകയും അവിടെ നിന്ന് പല കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം പലരും പറഞ്ഞത്, നമുക്ക് ഈ പാരിഷ്കാരൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പള്ളി തീരായിരുന്നു. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പാരിഷ്കാരം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വരും തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസമോ ചെറു ഫംഗ്ഷൻ നടത്തുമ്പോൾ നമുക്കിതെല്ലാം ആവശ്യമാണ്. അല്ലെങ്കിൽ പറയും, അന്നത് ദർശനത്തോട് ചെയ്തില്ല എന്ന് വരും തലമുറ നമ്മളെക്കുറിച്ച് പറയും.
തുടർന്നുള്ള നാളുകൾ വളരെ തിരക്കുകളുടെ കാലഘട്ടമാണ് നമുക്കറിയാം. നാം ഇന്ന് ഈ ദേവാലയം നിർമ്മിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ്. നമ്മൾ ചിന്തിക്കണം, ഇംഗ്ലണ്ടിൽ നിന്ന് മുസ്ലിംമാർ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. അവർ നൽകിയതായ സംഭാവനകൾ മാത്രമാണ് നമുക്കുള്ളത്. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പലതും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുള്ള പലരും നാളെ ഈ ഹരിവാൻ ദേശത്ത് നിന്ന് പോകുന്നവരാണ്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഞാനും പോകേണ്ടവരാണ്. ഇതിനോടകം തന്നെ പലരും TC മേടിച്ച് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഈ പ്രോജക്റ്റിനുള്ള അഭിമാനിച്ചു കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, ശക്തമായി പ്രാർത്ഥിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരവധി ഉണ്ടെങ്കിലും ദൈവ അത്ഭുതം പ്രവർത്തിക്കുക. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം വഴി നടത്തി. ഈ നാളുകളിൽ അതുകൊണ്ട് പ്രോമിസ് ഏറ്റിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഈ 30% ഇപ്പോൾ കുറച്ച് ഫണ്ട് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇനി പ്രോമിസ് നൽകാനുള്ള പ്രിയപ്പെട്ടവരെ, ദൈവം അവരോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇനി അങ്ങനെയല്ല പറയുന്നത്, ദൈവം ഇടപെട്ട് നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കണം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന തമ്പുരാന്റെ കരങ്ങളിലാണ് നാം ഓരോരുത്തരും. കഴിഞ്ഞ ദിവസം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ പേരുകൾ വായിക്കാൻ TV വർഗീസങ്ങൾ പേരിൽ 25,000 നമ്മുടെ തോമസ് ആണ് നൽകിയിരിക്കുന്നത്, അല്ലേ? GB ജോൺ USA എന്ന് നമ്മുടെ സ്നേഹമുള്ള കോശിയുടെ ഗർഭവിൽ ആ സുഹൃത്താണ് 10,000 രൂപ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെ അറിയാത്തവർ, നമ്മളെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നൽകുക. നമ്മുടെ ഡോണി ഫിലിപ്പ് 30,000 രൂപ, ചാക്കോ നമ്മളെ സംബന്ധിച്ചാൽ 50,000 രൂപ, ബിബിൻ ജേക്കബ് 1,00,000 രൂപ, സ്നേഹമുള്ള PV തോമസങ്ങൾ 80,000 രൂപ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വരവാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 4 രൂപയും ഒരു പ്രോമിസും ഏറ്റിട്ടുള്ളാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അച്ഛനെ ഈ നാളിൽ വിളിക്കുമ്പം ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥന കൈത്താങ്ങലാണ് നമുക്കിനി ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ടതായ ഈ സന്ദർഭ സാഹചര്യം ദൈവനാമത്തിനായിട്ട് ഉപയോഗിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയല്ലോ, നമ്മൾ ഈ പ്രോമിസ് കൊണ്ടൊന്നും നമ്മുടെ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. നിരവധി ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഫണ്ടിനുള്ള ഒരു മറ്റൊരു സോഴ്സാണ് നമ്മുടെ ലക്കടിപ്പ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേഡക് ഡൈസിന് അണ്ടർ നിൽക്കുന്നതുകൊണ്ട് അവിനിയ സോളമൻ തിരുമേനിയുടെ കൺസേൺ, അതോടൊപ്പം തന്നെ ഒരു ആശീർവാദം സ്വീകരിക്കുന്നതായതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഇത് വിതരണം ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഇരുന്ന സഭയിൽ ചെയ്തതുപോലെ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ ചിന്തിക്കുക, അച്ഛനെ കണ്ട ഒരു പദ്ധതിയായിട്ട് വരുന്നുണ്ട്, അത് അച്ഛനെ മനസ്സിൽ വെച്ചാൽ മതി എന്നല്ലേ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് 100 വെച്ച് 100 ലീഫ് അല്ലേ, 10,000 രൂപയാണ്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണമെങ്കിലും 100 രൂപയ്ക്ക് വിറ്റ് ഈ കൂപ്പൺ കൊടുക്കാം. അതുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ എല്ലാവരും 10,000 രൂപയായിട്ട് വരിക, ഓരോ ബുക്ക് മേടിച്ചുകൊണ്ട് പോവുക. നമ്മളാണ് ഈ അടുത്ത ആഴ്ച 10,000 രൂപയായിട്ട് വരുന്നവരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. ഓശാന ഞായറാഴ്ചയാണ് രാജാതിരാജാവ് കർത്താവ് യെരുശലേമിലേക്ക് പ്രയാണം ചെയ്ത ആ മഹനീയമായിട്ടുള്ള വിജയം കൈവരിച്ചതായ സമയം കൂടിയാണ്. അപ്പം ഇതിൻ്റെ ലോഞ്ച് ഈസ്റ്ററിനാണ് നമ്മൾ ഉദ്ദേശിച്ചുവെങ്കിലും അടുത്ത ഞായറാഴ്ച ക്രമീകരിച്ചതിൻ്റെ കാരണം കർത്താവ് യെരുശലേമിലേക്ക് കിടന്ന ആ ദിവസം തന്നെ ഒരു ഓർമ്മയിൽ അയക്കട്ടെ. ഈ ഒരു അവസരം ഒരിക്കലും നമുക്ക് പിന്നീട് കിട്ടത്തില്ല കേട്ടോ.
നിങ്ങൾക്ക് പറയാം, ഞാനോട് കൂടിയാണ് ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തിൻ്റെ ലക്കിടിപ്പ് കൂപ്പൺ ഉദ്ഘാടനം ചെയ്തത്. ഇന്നും എൻ്റെ കഴിഞ്ഞകാല സഭയിൽ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടവർ എനിക്കറിയാം. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. 10,000 രൂപ നമ്മെ സംബന്ധിച്ച് വെള്ള പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ നോട്ടീസ് കേൾക്കുന്ന ഓരോരുത്തരും വരാൻ സാധിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് കൂപ്പൺ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം, അവിടെ പേരുകൾ ഇവിടെ പരാമർശിച്ചോളാം. അതുകൊണ്ട് ഒരു പ്രത്യേകമായ ശുശ്രൂഷയായിട്ടാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ കൂപ്പണിൻ്റെ വലിയ മാതൃക ഞാൻ കാണിക്കുകയാണ്. ഓണയുള്ളവർക്ക് കണ്ടോട്ടെന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രൈസ് 12 ഗ്രാം ഗോൾഡ് കോയിനാണ്. നമുക്കറിയാം 100 രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ പി പിലിപ്പങ്ങളും മിസ് ബോണി പിലിപ്പങ്ങളുമാണ്. അവർ ഫാമിലിയാണ്. അവരുള്ള നന്ദി സ്നേഹം അവർക്ക് അറിയിക്കുകയാണ്. സെക്കൻഡ് പ്രൈസ് 8 ഗ്രാം ഗോൾഡ് കോയിനാണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനീഷ മേരിക്കുര്യൻ, മിസ്സസ് അനീഷ മേരിക്കുര്യൻ എന്ന ഫാമിലിയാണ്. ഉള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. തേർഡ് പ്രൈസ് 4 ഗ്രാം ഗോൾഡ് കോയിനാണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ആശിഷ് പി ജോസഫ് ആൻഡ് ഫാമിലിയാണ്. നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഗോൾഡ് കോയിനല്ല 10 പ്രോത്സാഹന സമ്മാനങ്ങളോട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ ബാപ്പി ജോൺ ആൻഡ് ഫാമിലിയും മിസ്റ്റർ ജേക്കബ് പുന്നൂസ് ആൻഡ് ഫാമിലിയാണ്. അവരുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പ്രിന്റിംഗ് കോസ്റ്റ് നമ്മുടെ സെൻസൻ പിടിപ്പിച്ചെറിയാണ് പ്രിന്റിങ്ങിനുള്ള പൈസ നൽകിയത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞെല്ലാം പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഈ സ്പോൺസറും ഇത് പ്രിന്റിങ് അല്ലാതെ ഇത്രയും ലാഭമായി നമുക്ക് സഭയ്ക്ക് വരുമാനമായി നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ ഓരോരുത്തരും 10,000 രൂപ വന്നിട്ട് കൂപ്പൺ എടുക്കുമ്പോൾ അതും ഒരു ലോഞ്ചിങ് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഞാനിപ്പോൾ ആളുടെ പേര് പറയുന്നില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കട്ടെ, ദൈവം ഇടപെടട്ടെ. അതുകൊണ്ട് എന്തായാലും ഞാൻ എവിടെയെങ്കിലും കൊണ്ടൊക്കെ വിറ്റ് തീർക്കും. സ്നേഹമുള്ള മീനാ സാഹിബാൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാൻ എൻ്റെ എംപ്ലോയീസിൻ്റെ അടുത്ത് പോയി തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ യൂത്ത് മെമ്പേഴ്സ് ആരും തന്നെ ഇല്ല, എല്ലാവരും നാട്ടിലൊക്കെ പോയിരിക്കുകയാണ്. വുമൻസ് ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികൾ, മറ്റ് ലേറ്റി പീപ്പിൾ, നിങ്ങളെല്ലാവരും ഉത്സാഹിക്കുകയാണ് ഈസിയായിട്ട് തീരും. കാരണം നമ്മുടെ സഹോദര സഭകളായിട്ടുള്ള മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ സഭകളിലേക്ക് 3 പേര് വെച്ച് ഒന്ന് പോയാൽ മതി. ഞാൻ അവിടുത്തെ അച്ഛന്മാരെ വിളിച്ചു പറയാം. ഇതൊക്കെ ഈസിയായിട്ട് 100 രൂപ ആർക്കാണെങ്കിലും തരാൻ പറ്റും. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു ടീം ഉണ്ടാകണം, സഹകരിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് നാട്ടിൽ കൊണ്ട് കുറച്ച് അച്ഛന്മാരോട് ഓൾറെഡി പറഞ്ഞു. എല്ലാവരും കോവിഡാണ് പറയുന്നത്. ഞാൻ ഒരു 100 രൂപയ്ക്ക് ഇത്ര സ്വർണ്ണം കിട്ടാമെന്ന് ഓർത്ത് നോക്കി. ബാക്കിയുള്ള നിബന്ധനകൾ ഞാൻ പിന്നീട് അറിയിക്കുന്ന. ഞാൻ ഇത്ര വിശാലമായി പറഞ്ഞത് നമ്മളൊരു ചിന്തിക്കുന്ന കാര്യം ഒരിക്കലും അച്ഛന് വേണ്ടിയുള്ളതല്ല, നമ്മുടെ സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് ഫോൺ വിളിച്ചോ പറയാം, അച്ഛൻ്റെ ഫോൺ കണ്ടപ്പോഴത്തേന് ഞാൻ പേടിച്ചു പോയിരുന്നു. അതെന്നാണ് ചോദിച്ചാൽ പറയാം, പിരിവ് വയ്ക്കാൻ വേണ്ടിയായിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഇതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ബുദ്ധിമുട്ടായി സ്വീകരിക്കാതെ എൻ്റെ സഭയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ കൈത്താങ്ങലായി ശ്രമിച്ചുകൊണ്ട് യൂത്ത് മെമ്പേഴ്സ്, വുമൻസ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികൾ, നേറ്റീവ് പീപ്പിൾ എല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ ടാർഗറ്റ് 30 ലക്ഷം രൂപ കിട്ടാമെന്നാണ് ട്രഷറർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊരു കാൽക്കുലേഷനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ വന്ന് കണ്ടേച്ച് പറ എങ്ങനെയുണ്ട് നമ്മുടെ പള്ളി എന്ന് പറ. നിങ്ങൾ ആ പുതിയ പള്ളിയുടെ ഓരോ ബെഞ്ചിലിരിക്കുന്നത് സ്വപ്നം കാണുക. ഈ അച്ഛൻ മാറിയിട്ടൊരു പുതിയ അച്ഛൻ, നല്ല സുന്ദരനായിട്ടുള്ള അച്ഛൻ വന്നിട്ട് സ്വപ്നം കാണുക. അങ്ങനെയും കാണണ്ടേ? ഞാൻ പറഞ്ഞു അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ ഒരാഴ്ച ഇപ്പം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അടുത്ത ആഴ്ച 10,000 രൂപ തന്നത് ഇവിടെയുള്ളവർ കമ്മിറ്റിക്കാർ ഉൾപ്പെടെ പറഞ്ഞു. എനിക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയാ പറഞ്ഞു. വേണ്ടേ? ഷായിച്ചാൻ, മീനാ സാഹിബാൾ, വിജിത്ത്, കോശി, പോരാ ഷായിച്ചാൻ ഉൾക്കാൻ ചോദിക്കാം. അടുത്ത പറഞ്ഞേ 10,000 രൂപ നിങ്ങൾക്ക് വിറ്റ് കാശൊക്കെ എടുക്കാം, നോക്കോളോ. മനസ്സിലായോ? മീന സാഹിബാളിനോടൊന്ന് പറഞ്ഞു 2 പേര്.
അതിൽ ഓഫീസ് പോകുന്നില്ല. ഓക്കെ, അതേപോലെ പോകുന്നില്ല. ഓക്കെ, എന്നാൽ നീ അടുത്ത ആരല്ലേ എനിവടി ഈ ദിവസങ്ങളെത്തി സഹായിച്ചിട്ടുള്ള ബിജു ഒരു ഓഫീസിൽ കൊടുക്കാമല്ലോ. ഒന്ന് ഉത്സാഹിക്കും. ഓക്കെ, ആണ്ടേ മോനി ടീച്ചർ. ഓക്കെ, ഇവിടെ ഉള്ളവർ 10,000 പേരേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ടാർഗറ്റ് അടുത്ത ആഴ്ച നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോഞ്ചിങ് വളരെ ക്ലിയർ ആയിരിക്കും. നിങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അടുത്ത ആഴ്ച പറയാം എങ്ങനെയാണുള്ളത്. അത് തന്നെ നല്ലൊരു പക്കടി തരും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമായിരിക്കും. ഇന്നും വെള്ളൂർ പള്ളിയിലെയും മറ്റുള്ള പ്രോജക്റ്റിനൊക്കെയും സാധാരണക്കാരായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വിജയിച്ചുള്ളത്. നമുക്കാണ് അച്ഛന്മാർ പ്രാർത്ഥിച്ചു, അല്ല തിരുമേനി കൊണ്ട് ഞാൻ ബ്ലസ് ചെയ്യിക്കുന്നുണ്ട്. അതൊരു കടമയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത്രയും പേര് പോരാ, ഞാൻ ബാക്കിയുള്ളവരെ വിളിക്കുകയാണ്, നിങ്ങളുടെ കോണ്ടാക്ട്. കാരണം നമ്മളെല്ലാവരും ഉത്സാഹിച്ചു. നല്ലത് ഇപ്പം തന്നെ നമുക്കൊരു എത്രയുണ്ട് കുട്ടിക്ക് ഒരു എമൗണ്ട് വന്നില്ലേ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഇന്ന് ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ നോട്ടീസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ ദൈവം ഇടപെടുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ എന്നെ വിളിച്ചറിയിക്കുക. അടുത്ത ഓശാന ഞായറാഴ്ച നമ്മുടെ യേശു കർത്താവിനോട് നമ്മുടെ യെരുശലേമിലേക്ക് ഈ കൂപ്പണമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഇത് വിജയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി എല്ലാവരും ഉത്സാഹിക്കുക. താങ്ക് യു. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയും പിന്നീട് അറിയിക്കുന്നതാണ്. എല്ലാവരുടെ സഹകരണം ആവശ്യപ്പെടുക. താങ്ക് യു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുകയാണ്. മിസ്റ്റർ ജേക്കബ് പുന്നൂസ്, മിസ്സസ് ഉഷ ജോർജ്, മിസ്റ്റർ അൻഷി കോശി മാത്യു, മിസ്റ്റർ ലീല ചാണ്ടി. പാട്ടുപാടുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്നു വരാം. പ്രാർത്ഥിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശ്രാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവനിൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങൾ സമർപ്പിക്കുക. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെ അത്ഭുതകരമായി, അതിശയകരമായി ഈ പുവിടർപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയല്ലോ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളൊക്കെ ഈ ജീവിതത്തിലേക്ക് കന്നുവന്നപ്പോൾ ഉള്ളം കരത്തിൽ വഹിച്ചുവല്ലോ. പുതിയ വർഷം പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമേ. സ്വർഗീയ നിലവരങ്ങളെ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നൽകിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അനേക ജീവിതങ്ങളിൽ ഈ ലോകത്തുനിന്ന് മറുപടിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ ബലഹീനരായ നമ്മെ ജീവനുള്ള ദേശത്ത് സാക്ഷ്യമായി കർത്താവ് വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും പുണ്യനാഥന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാടുകളിൽ ദൈവത്തിൽ ആശ്രയം ജീവിക്കാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭകളെ ഓർക്കാം, സഹോദരി സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകളെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ കായർവാടൻ ഡോക്ടർ S. സോമരാജത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യകേരള മഹായുടെ ബിഷപ്പ് കായർവാടൻ ഡോക്ടർ മലയിൽ സാബുഘോഷി ചെറിയാൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും
കഴിഞ്ഞ കാലം നമുക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെയും സുവിശേഷ മേഖലയിൽ അങ്ങോളമിങ്ങോളമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങളെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകരെ ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തെ ഓർക്കാം. യൂത്ത് മൂവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുക. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം വഴി നടത്തി. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ശാരീരിക ക്ഷീണാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, നിന്റെ മക്കൾക്ക് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, വാസ്തവമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് സമീപസ്ഥനായ കർത്താവ് പൂർണ്ണമായ വിടുതൽ അവിടെ നൽകണമേ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദിനക്കാരന് സൗഖ്യം പ്രദാനം ചെയ്യുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടോ നാഥനെ. ഞങ്ങൾ ഈ നാളുകളിൽ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചെറുപൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. ഈ നാളുകളിൽ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്റെ മക്കൾ അവിടുന്ന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുനാഥന്റെ പാദവൃത്തിക്ക് സമർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ലിഥാനി ചേർന്ന് പ്രാർത്ഥിക്കുക. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. മേലുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമലധ്യക്ഷന്മാർക്ക് വേണ്ടി, എല്ലാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നമ്മുടെ മുറർക്ക് വേണ്ടി, തേണ്ടിയ സഭയുടെ മുറർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും അവർ ശുദ്ധാഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടുകൂടെ തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറാർക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡാനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരം അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്മാരും കൊണ്ട് തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ ബോധത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി
നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാവിധമുള്ള ജനങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന ആവശ്യങ്ങളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിൽ ഓരോരുത്തരും അവനവന്റെ വിലയിലും ശുശ്രൂഷയിലും നിന്റെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് നിങ്ങളുടെ കർത്താവിന്റെ ഇഷ്ടവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം നമുക്ക് സൃഷ്ടിക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സുഖത്ര മനോഹരവുമാകുന്നു. അപ്പം നാവുകൊണ്ട് വളരാൻ നമ്മൾ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിന് അടളമായ കൈ സ്വീകരിക്കാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 96, നമ്പർ 96.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ നിർവാസനത്തിലേക്കുള്ള പുതുവരെ പ്രദർശിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മഹാദൈവരാജങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമികളെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മുഖത്തിനായി വിവേചിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകേ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യുന്ന മുറയുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവൻ ഞങ്ങളെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനെങ്കിലും പാവമില്ലാത്തവനായിരുന്നു. അവന്റെ കൃപയാൽ ഭാവികാലങ്ങളെ കീഴ്പ്പെടുത്തുവാനും ഇനി ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾക്കായി മരിച്ചു വീണ്ടും ഉയർത്തുന്നതിന് വേണ്ടി ജീവിപ്പാനും അവൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രധാനമാരോടും സ്തുതിച്ചും സംഗീതമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിമിത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹാനായ കർത്താവ് മഹത്വം ചൊല്ലി പൂർത്തിക്കുന്നു. താഴ്നാത്തിൽ സ്വർഗസ്ഥാപിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദര സ്നേഹം കൊണ്ട് നിന്റെ ഔത്തനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനസ്സ്വഭാവത്തെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മണമേൽപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏകോരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാട് പ്രതിശാന്തിയിലേക്ക് താൻ വീണ്ടും തന്നെ ഇല്ലേക്കുറിച്ചും അതിനെപ്പോഴും ആദരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി
തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി അവർ കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും കുടിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പാപമോചനത്തിന് ആശ്ചര്യപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു. ഇതിന് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങൾ കർത്താവിന്റെ മഹത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെ സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണവെടുപ്പിനാൽ നിങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി ദാസരാജ്യങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും നിന്റെ ശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മരിക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാറ്റുന്ന വിമാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ വിവേചിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസ ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹായും പരിയാകുന്ന അവനിലേക്ക് സകലത്തിനും മുളകണമെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിലേക്ക് സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നാവിശ്വസിക്കപ്പെടണമേ. കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുന്ന നാം നമ്മെ തന്നെ സമൃദ്ധമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വന്നുപോയ ചുറ്റങ്ങളെയും കുറവുകളെയും പൊന്നുനാഥന്റെ വാദത്തിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിരവധിയായ കണ്ണുകളില്ലാതെ നിരാശ്രയിച്ചുകൊണ്ട് മേശയിലേക്ക് ഒരുങ്ങാം. നാം നിൽക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാമദ്രളിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. സമാധാനം വളർത്തും.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാന അനുഗ്രഹവുമായി എല്ലാവരും ലഭിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്ത് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യർത്താവുമായ യേശു മിശിഹായെ നമ്മുടെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാവിദ്യ ശരീരം ആത്മീയ ആഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാമോചനവും നിത്യജനകുത്തി വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വലിയ ആദ്യവാരങ്ങൾക്കായി ഞങ്ങൾക്ക് സ്വന്തം ജീവനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശരി ആത്മാക്കളെയും ജീവനിഷ്ഠയാഗമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതായത് നിങ്ങൾ ഏറ്റവും ഉചിതമായ ആരാധന ഞങ്ങൾ ഈ ലോകത്തെ നിരൂപരാകാതെ നല്ലതും പൂർണ്ണമായി തിരിച്ചറിയേണ്ടതിന് മനസ്സ് തിരുവാന്തരപ്പെട്ട് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയെ അനുസരിച്ച് ഒടുവിൽ സ്വർഗ്ഗരാജ്യത്തിൽ സർവശക്തമായി സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനൂടെ എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളെ മനസ്സുകളെ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. Yeah.
നമ്മൾ കൺസ്ട്രക്ഷൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയാണ്. ഇന്ന് പ്രാർത്ഥന നേടിയത് ആൻസി എബ്രഹാം ആൻറ്റിയാണ്. ആൻറ്റി ഇങ്ങോട്ട് കടന്നു വരാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ എന്ന പാട്ടിൻ്റെ 2 ചരണം നമുക്ക് ചേർന്ന് പാടാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നു സ്തുതിച്ചിടുവിൻ യേശു രാജാധിരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നു സ്തുതിച്ചിടുവിൻ യേശു Thank you.
കീർത്തന 206 in number 206. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു.
മാംസം പ്രശിപ്പാനും മാനുഷ്യമാണ് നമ്മൾ നൽകിയത്. കേട്ട നിരവധികൾക്കായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ കൂടി സമർപ്പിക്കുന്നതാണ്. അവിടുന്ന് കർത്താവ് ശക്തിയിലെ സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഭവനിലേക്ക് മടങ്ങി പോകുന്നു. അടുത്ത ആഴ്ച കൂടി സൂക്ഷിക്കുക പരിപാലിക്കുകയും ചെയ്യണം. യേശു തമ്പുരാന്റെ നാമത്തിലായി ഉന്നോട് കേൾക്കുവാനാകട്ടെ. കർത്താവ് മുന്നോട്ട് വരികട്ടെ. നമുക്ക് സമാധാനം